പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഈ സമ്മേളന കാലയളവിൽ സഭയിൽ അവതരിപ്പിക്കും. നിയമ ഭേദഗതി പരിശോധിച്ച് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് നേരത്തെ പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. അതേസമയം മണിപ്പൂർ വഖഫ് വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ ആരംഭിക്കുക. ഏപ്രിൽ 4 വരെയാണ് സമ്മേളന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. വഖഫ് നിയമ ഭേദഗതി ബില്ലായിരിക്കും ഈ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമ ഭേദഗതി പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 14 മാറ്റങ്ങൾ ശുപാർശ ചെയ്തുകൊണ്ട് അന്തിമ റിപ്പോർട്ട് നേരത്തെ പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയാണ് ജഗദാംബിക പാൽ MP അധ്യക്ഷനായ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ രാജ്യത്ത് ഭൂമി പിടിച്ചടക്കുകയാണെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു മുൻപ് കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം മണിപ്പൂർ ത്രിഭാഷാ നയം വഖഫ് വിഷയങ്ങളിൽ സഭയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ജനം, ഡൽഹി.